ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ നിന്നും വീണ്ടും കഞ്ചാവ് കണ്ടെത്തി. ഷൊർണൂരിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കെത്തിയ താമ്പരം മംഗലാപുരം ട്രെയിനിൽ നിന്നുമാണ് ഉപേക്ഷിച്ച നിലയിൽ 2.677 കിലോഗ്രാം കഞ്ചാവ് റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ നിന്നും വീണ്ടും കഞ്ചാവ് കണ്ടെത്തി. ഷൊർണൂർ റെയിൽവേ SI അനിൽ മാത്യുവും സംഘവും സ്റ്റേഷനിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 താമ്പരം മംഗലാപുരം ട്രെയിനിൽ നിന്നുമാണ് 2.677 കിലോഗ്രാം കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. പാലക്കാട് റെയിൽവേ DYSP M ശശിധരന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ റെയിൽവേ ഇൻസ്പെക്ടർ PV രമേശിന്റെ നേതൃത്വത്തിൽ ഡാൻസഫ് ടീമും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ഷൊർണൂർ പോലീസും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പരിശോധനയുണ്ടെന്നറിഞ്ഞ് പ്രതി കഞ്ചാവ് ട്രെയിനിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാവണമെന്നും പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുമെന്നും ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന വൻ സംഘങ്ങളെ പിടികൂടുന്നതിനുള്ള പരിശോധന ശക്തമാക്കുമെന്നും റെയിൽവേ പോലീസ് അറിയിച്ചു. ഏകദേശം 1 മാസത്തോളമായിട്ട് ട്രെയിനിൽ കഞ്ചാവ് കടത്ത് ഇഷ്ടംപോലെ വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് റെയിൽവേ പോലീസിൻ്റെ ഡാൻസപ്പ് ടീമും RPFന്റെ CIB ടീമും ഷൊർണൂർ റെയിൽവേ പോലീസും ചേർന്നുള്ള പരിശോധന ഇന്ന് താമ്പരത്ത് നിന്ന് മംഗലാപുരം പോകുന്ന ട്രെയിനിൽ ഉച്ചയ്ക്ക് 2.5 കിലോളം കഞ്ചാവ് കണ്ടെടുക്കുന്നുണ്ട്. ഓരോ ദിവസവും ഇത് കണ്ടമാനം വർദ്ധിച്ചു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു ക്വാണ്ടിറ്റി ആയാലും അത് സമൂഹത്തിൽ എത്തുന്നതിന് തടയിടാനായിട്ട് ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. പ്രതി പലപ്പോഴും ആ വണ്ടിക്കകത്ത് വിളിച്ചിരിക്കാറാണ് പതിവ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ളത്. ആ ബാഗ് ആരാന്ന് ചോദിച്ചാൽ ആരാം റെസ്പോണ്ട് ചെയ്യുന്നത്. അതാണ് നമുക്ക് പ്രതികളിലേക്ക് എത്താനുള്ളത്. പക്ഷെ നമ്മൾ മാക്സിമം പ്രതിനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.